ഈ വേദിയിലോട്ട് എത്താൻ എനിക്കൊരു അവസരം കിട്ടിയത് എൻ്റെ മോന് വേണ്ടി ഒരു പ്രോഡക്റ്റ് ഞാൻ വാങ്ങി. ആദ്യം എൻ്റെ വീട്ടിൽ ലീജ മാഡം സീമ മാഡം കൂടെ വന്നപ്പോൾ ഞാൻ പറഞ്ഞു, ഈ ബെഡിൽ കിടന്നാൽ എങ്ങനെ അസുഖം പറഞ്ഞു. എൻ്റെ മോന് 7 വർഷത്തിന് മുമ്പ് ഒരു സ്ട്രോക്ക് വന്ന് തനിയെ നടക്കാൻ പാടില്ല, സ്വന്തമായിട്ട് ഒരു കാര്യങ്ങളും ചെയ്യത്തില്ല, എല്ലാം നമ്മൾ ചെയ്തു കൊടുക്കണമായിരുന്നു. അങ്ങനെ 15 വയസ്സുള്ളപ്പോഴാണ് മോന് ബ്ലഡ് ക്ലോട്ട് ആകുന്നത്. അപ്പോൾ ഒരു 10-65 ലക്ഷം രൂപയോളം നമ്മൾ പല ഹോസ്പിറ്റലുകളിലായിട്ട് അവന് ട്രീറ്റ്മെൻറ്റ് ചെയ്തു. നമ്മുടെ കയ്യിൽ നടത്തപ്പെട്ടു. 20 സെൻറ്റ് സ്ഥലം വിറ്റ് നമ്മൾ ട്രീറ്റ്മെൻറ്റ് ചെയ്തു. എന്നിട്ടൊന്നും റിസൾട്ട് കിട്ടാതെ ഇരുന്നാൾ ഒരു ബെഡ് കൊണ്ട് തന്നാൽ ബെഡിൽ കിടന്ന രോഗം മാറുമെന്ന് പറയുമ്പോൾ ആരും ആദ്യം വിശ്വസിക്കത്തില്ല. പക്ഷെ ആദ്യം ഞാൻ അവർ പറഞ്ഞു വിട്ട് 1 മാസം ഗുളികയ്ക്ക് 10-17,000 രൂപ ഗുളികയ്ക്ക് വേണം. അപ്പോൾ ഞാൻ പറഞ്ഞു, ലിജ ഇത് ഗുളിക വാങ്ങിക്കുന്ന സമയത്ത് ഈ ബെഡ് വാങ്ങിച്ചിട്ട് കഴിഞ്ഞാൽ കൊച്ചിൻ്റെ അസുഖം മാറത്തില്ല, അതുകൊണ്ട് എനിക്കിപ്പം വേണ്ട, പൈസ റെഡിയാകുമ്പോൾ ഞാൻ പറയാം എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് 2 ആഴ്ച കഴിയുമ്പോൾ വീണ്ടും ഉള്ള എന്നോട് വന്ന് പറഞ്ഞു, ചേച്ചി പൈസയുടെ അല്ല, എനിക്ക് കൊച്ചിന് റിസൾട്ട് കിട്ടുക എന്നുള്ളതാണ് പ്രാധാന്യം എന്ന് പറഞ്ഞപ്പം എനിക്ക് മനസ്സിലായി. അതിനകത്ത് എന്തെങ്കിലും കാര്യമില്ലാതെ അവളെന്നോട് അങ്ങനെ പറയത്തില്ല. അപ്പോൾ അവളോടുള്ള ഒരു വിശ്വാസവും അവളോടുള്ള സ്നേഹത്തിൻ്റെ പേരിൽ ഞാൻ ആ പ്രോഡക്റ്റ് വാങ്ങി ഉപയോഗിച്ചു. അന്ന് രാത്രി തന്നെ എല്ലാ ദിവസവും എഴുന്നേറ്റ് രാത്രി എല്ലാ മുറികളിലൂടെ എഴുന്നേറ്റ് നടക്കുന്ന കൊച്ച് അന്ന് രാത്രി ആ ബെഡിൽ കിടന്ന് സുഖമായിട്ട് ഉറങ്ങി. ആദ്യം അന്ന് രാത്രി തന്നെ കൊച്ചിന് റിസൾട്ടുകൾ വന്ന് പിറ്റേ ദിവസം രാവിലെ ആയപ്പോഴത്തേക്ക് അവൻ എന്നും രാവിലെ വിളിച്ച് കട്ടിലേന്ന് എഴുന്നേൽച്ച് കയ്യെ പിടിച്ച് വേണം കൊണ്ടുവരാൻ, ബാത്റൂമിൽ കൊണ്ടുപോകണം, പല്ല് തക്കാൻ ബ്രഷ് എടുത്ത് കൊടുക്കണം, എല്ലാം ചെയ്ത് കൊടുക്കണമായിരുന്നു. ഇവൻ തന്നെ കട്ടിലേന്ന് എഴുന്നേറ്റ് എൻ്റെ അടുക്കളയിൽ വന്നപ്പോൾ തന്നെ ഞാൻ ഞെട്ടിപ്പോയി. ഇത്രയും ഒരു അത്ഭുതമൊന്നുമില്ല, ഞാൻ സ്വപ്നം കാണണമെന്ന് വരെ ഞാൻ ഓർത്തുപോയി. അപ്പോൾ എനിക്ക് ഭയങ്കര അത്ഭുതം, ഇത്രയും ഒരു റിസൾട്ടുള്ള പ്രോഡക്റ്റ് എൻ്റെ കയ്യിൽ ഇട്ടിട്ട് ഞാനത് ആദ്യം അത് വാങ്ങിച്ച് ഉപയോഗിച്ചെങ്കിൽ എനിക്ക് എത്ര പെട്ടെന്ന് റിസൾട്ട് കിട്ടിയാണ്. അതിന് സങ്കടപ്പെട്ട് അപ്പോൾ ഞാൻ എന്നോട് പറഞ്ഞു, അമ്മ ഞാൻ ഇതിൽ കിടന്നിട്ട് എനിക്കിപ്പോൾ തന്നെ എഴുന്നേക്കാൻ പറ്റുന്നുണ്ട് എന്ന് പറഞ്ഞ് ഈ കൊച്ചെഴുന്നിട്ട് അതിനും കണ്ണ് നിറയുന്നുണ്ട്. ഞാനും കരഞ്ഞ്. ഞാൻ പെട്ടെന്ന് ഹസ്ബൻഡിൻ്റെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു, നിങ്ങൾ എന്നെ കുറ്റപ്പെടുത്തിയില്ല, കയ്യിൽ നിന്ന് പൈസ പോയി, ആരോ എന്തോ പറഞ്ഞെന്ന് പറഞ്ഞ് ഈ പ്രോഡക്റ്റ് വാങ്ങിച്ച് ഉപയോഗിച്ചു എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു. അപ്പോൾ ഞാൻ ഈ കൊച്ച് ഇപ്പോൾ തന്നെ എഴുന്നേറ്റ് വന്നത് എങ്ങനെയാണ്, ഇത് റിസൾട്ട് ഇല്ലാത്തതുകൊണ്ടാണോ, പ്രോഡക്റ്റ് നല്ലതായതുകൊണ്ടല്ലേ കൊച്ചിങ്ങനെ എഴുന്നേറ്റ് വന്നതെന്ന് പറഞ്ഞു. അങ്ങനെ ഓരോ ദിവസവും കൊച്ചിന് നല്ല നല്ല റിസൾട്ടുകൾ വന്ന് അവൻ്റെ സ്വന്തമായിട്ടുള്ള കാര്യങ്ങളെല്ലാം അവൻ തന്നെ ചെയ്യാൻ തുടങ്ങി. എനിക്കത് അതിനേക്കാളൊക്കെ ഉപരി എൻ്റെ ഹസ്ബൻഡ് ഒരു 4-5 വർഷത്തായിട്ട് ഇൻഹേലർ വലിക്കുന്ന ആളായിരുന്നു. അത് ഈ പ്രോഡക്റ്റിനെ കുറിച്ച് റിസൾട്ട് നമുക്കറിയാം, എൻ്റെ മോനും അറിയാം, പക്ഷേ ഹസ്ബൻഡ് ഇതിനെക്കുറിച്ച് അറിയത്തില്ല. പുള്ളി എപ്പോഴും എന്നെ കുറ്റം പറയും, പൈസ പോയി എന്ന് പറയും. ഞങ്ങൾക്ക് പൈസ പോയാലും സാറില്ല, എൻ്റെ കൊച്ച് തന്നെ കൊച്ചിൻ്റെ കാര്യങ്ങളെല്ലാം തന്നെ ഉണ്ടല്ലോ എന്നൊക്കെ പറയും. അപ്പോൾ ഹസ്ബൻഡിന് റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഇത് ഉപയോഗിക്കാൻ പറയും, എന്ത് ചെയ്താൽ ഉപയോഗിക്കത്തില്ല. പിന്നെ വെള്ളം കുടിച്ചാൽ ശ്വാസം കൊണ്ട് കൂടത്തുള്ളത് ഇല്ല, ഒന്ന് കുടിച്ച് നോക്ക്. അത് ഞാൻ കുടിപ്പിക്കാൻ തുടങ്ങി. അന്ന് ഒരു ദിവസം രാത്രി കൊച്ചിൻ്റെ ബെഡെടുത്ത്, അന്ന് നമ്മൾ ഒന്നല്ലേ വാങ്ങുള്ളൂ, ഒരു ബെഡെടുത്ത് ആ ബെഡെടുത്ത് ഹസ്ബൻഡ് കിടക്കുന്ന കട്ടിലെ കൊണ്ടിട്ട് എന്നും രാത്രി എഴുന്നേറ്റിരുന്ന് ചങ്കും തിരിഞ്ഞ് ചുമച്ചുകൊണ്ടിരിക്കുന്ന ആൾ അന്നത്തെ ദിവസം എഴുന്നേറ്റിട്ടുമില്ല, ചുമച്ചിട്ടുമില്ല, നല്ലപോലെ കിടന്നു. ആളെ ഒന്ന് ഒരേടി ഞാൻ സമ്മതിച്ച് ആ പ്രോഡക്റ്റിൻ്റെ ഗുണം കൊണ്ട് തന്നെയാണ്. എന്തായാലും ഇന്നലെ രാത്രി ഞാൻ ചുമച്ചില്ല. ഒരു 3 ദിവസം കഴിയുമ്പോൾ ഞാൻ ഈ ഇൻഹേലർ എടുത്ത് മാറ്റി വെച്ചു. അപ്പോൾ രാത്രി തപ്പ് കിടക്കും ഈ സാധനം. ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് അസുഖമില്ലാതെ എന്തിനാ ഇത് വലിക്കുന്നത്? നീ അല്ലേ പറയണ അസുഖമില്ലെന്ന്, ഈ ഗുളിക മുഴുവൻ പിന്നെ ഡോക്ടർ തന്ന അസുഖമില്ലാണ്ടാണ്. ഞാൻ പറഞ്ഞു, ചുമച്ചാൽ ഗുളിക കഴിച്ചാൽ പോരെ, ചുമച്ചില്ല ഗുളിക കഴിക്കേണ്ട ആവശ്യമില്ലല്ലോ. അങ്ങനെ പറഞ്ഞ് ഹസ്ബൻഡ് ഇത് ഉപയോഗിക്കാൻ തുടങ്ങി. പിറ്റേ ദിവസം ഞാൻ ചേച്ചിയോട് പറഞ്ഞു, എനിക്കൊരു പ്രോഡക്റ്റ്, ഒരു ഫാമിലി പാക്കറ്റോട് വേണമെന്ന് പറഞ്ഞു. ഇപ്പം ഞങ്ങൾ 5 പേരുടെ ബെഡിൽ ഈ പ്രോഡക്റ്റ് ഉണ്ട്. നല്ല റിസൾട്ടുകളാണ് എനിക്ക് കിട്ടിയത്. ആദ്യം ഞാൻ എൻ്റെ ആങ്ങളയ്ക്ക് കൊടുത്ത് പരിശോധിച്ചു. പരീക്ഷണം വേണമല്ലോ, എന്നിട്ട് വേണമെങ്കിലും മറ്റൊരാൾക്ക് കൊടുക്കാൻ. ബിസിനസ് അന്നും ഞാൻ ചെയ്യുന്നില്ല. നമ്മൾ വാങ്ങിച്ച് ഉപയോഗിച്ച് വീണ്ടും ആങ്ങളയ്ക്ക് കൊടുത്തപ്പോഴേക്കും ആങ്ങളയ്ക്ക് 450 മേളിൽ ഷുഗറായിരുന്നു. ആങ്ങളെ എന്ത് പറഞ്ഞാലും വിശ്വസിക്കത്തില്ല. ആങ്ങളെപ്പം പറഞ്ഞാൽ അന്ന് നീ ഒരെണ്ണം വാങ്ങി, ഒരെണ്ണം കൊണ്ടെല്ലാം പറഞ്ഞപ്പോൾ ഞാൻ ഈ ഫാമിലി പാക്കറ്റായിട്ട് പോകും. ആരുടെ അടുത്ത് പോലെ ഫാമിലി പാക്കറ്റ് കൊണ്ട് പോകും. ആങ്ങളയ്ക്കുണ്ട് അത് കൊടുത്തിട്ട് പറഞ്ഞാൽ അണ്ണൻ ഇത് ഉപയോഗിക്കും. ഷുഗർ കുറഞ്ഞ അണ്ണൻ്റെ കൂട്ടുകാർക്കൊക്കെ പറഞ്ഞ് അണ്ണൻ ഇത് നമുക്ക് കല്ലറ തന്നെ നമുക്കിത് എല്ലാവർക്കും റിസൾട്ട് കൊടുക്കണം എന്ന് പറഞ്ഞപ്പം പറഞ്ഞു, നല്ല പ്രോഡക്റ്റാണ്, നിനക്ക് എത്ര പേരെ വേണമെങ്കിൽ പിടിച്ച് തരാമെന്ന് പറഞ്ഞ് ഈ പ്രോഡക്റ്റ് കൊണ്ട് ഉപയോഗിച്ചു. അണ്ണൻ ഒരു 10-15 ദിവസം ഉപയോഗിച്ചപ്പോൾ തന്നെ അണ്ണൻ ഷുഗർ നല്ല നോർമലായി. ഇൻസുലിൻ എടുത്തുകൊണ്ടിരുന്ന ആളാണ്. ഇൻസുലിൻ മറ്റു ഗുളികയാക്കി പേടിച്ചിട്ട് ഗുളിക കഴിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ വീണ്ടും ഷുഗർ കുറഞ്ഞ് നോർമലായി വരുമ്പോൾ പിന്നെ ഗുളികയുടെ ആവശ്യമില്ലല്ലോ, അതുകൊണ്ട് ഗുളിക നിർത്തി. നല്ല റിസൾട്ടായിരുന്നു ആങ്ങളേക്ക്. പിന്നെ എൻ്റെ ഒരു കൂട്ടുകാരത്തിക്ക് കൊടുത്തു. കൂട്ടുകാരത്തിക്ക് ഫാറ്റി ലിവറിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു, ശരീരം മുഴുവൻ നീരായിരുന്നു. 8 മാസം കൊണ്ട് അവൾ ഓക്കെ ആയി. പിന്നെ ഇത് ഞങ്ങൾ കല്ലറയിൽ ഞാൻ നെഞ്ചോടെ ഏറ്റെടുത്ത് നല്ല രീതിയിൽ വർക്ക് ചെയ്യാൻ തുടങ്ങി. കല്ലറ മൊത്തം തന്നെ വീടുകളിൽ ഇപ്പം തന്നെ എത്തിയിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. അത്ര നല്ല
പ്രോഡക്റ്റാണ്, ദൈവം തൊട്ട പ്രോഡക്റ്റാണ്. ഇത് നെഞ്ചോടെ ഏറ്റെടുത്ത് ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട്. ഇന്നൊരു 3 ലക്ഷം രൂപ വരുമാനം എനിക്ക് കിട്ടിയിട്ടുണ്ട്. നല്ല കല്ലറയിൽ ഏറ്റവും നല്ലൊരു തയ്യക്കടയായിരുന്നു. ആരോട് ചോദിച്ചാൽ അന്വേഷിച്ചാൽ മതി. എൻ്റെ പേര് സുനിത ടൈലേഴ്സ് നടത്തിക്കൊണ്ടിരുന്ന ആൾ പ്രീപെയ്ഡോറിയം വർക്ക് ചെയ്യുന്നു. തയ്യക്കട കടയിൽ തയ്ച്ചുകൊണ്ടിരുന്ന കൊച്ചിനെ ഏൽപ്പിച്ചിട്ടാണ് ഞാനിത് വർക്കിലോട്ട് ഇറങ്ങിയത്. ഇപ്പം എല്ലാവരും നല്ലൊരു ടീമായി, എല്ലാവരും നല്ല ഹാപ്പിയായി. ഇപ്പം 1 മാസം മിച്ചമായുള്ളൂ ഞങ്ങളുടെ ഷീല മാഡം ഞങ്ങളുടെ ഗ്രൂപ്പിൽ വന്നിട്ട്. നല്ല റിസൾട്ടാണ്. കാലൊക്കെ നീര് വെച്ച് കരുവാണിച്ച് കറുത്തൊക്കെ ആയിരുന്നു. ഇപ്പം എന്നോട് പറയാം സുനിതയുടെ കളറായിരുന്നു ഞാൻ. എന്നെ പിടിച്ചിട്ട് പറയാം സുനിത മാഡത്തിൻ്റെ കളറിലായിരുന്നു ഞാൻ. അപ്പം നമ്മുടെ പ്രോഡക്റ്റ് അത്ര നല്ലതാണ്, അതാണ്. അപ്പം ആരുടെ കയ്യിൽ ഈ പ്രോഡക്റ്റ് കിട്ടിയാലും ഇത് നെഞ്ചോടെ ഏറ്റെടുത്ത് അവർ മുന്നോട്ട് പോകും, അതെനിക്ക് ഉറപ്പാണ്. ദൈവം തൊട്ട ഈ പ്രോഡക്റ്റ് അത് എന്താ പറയുന്നത് എനിക്ക് പറയാൻ സത്യം പറഞ്ഞ വാക്കുകൾ പോലും ഇല്ല. ആരിത് ഏറ്റെടുത്തോ അത് അവർക്ക് 100% റിസൾട്ട് കിട്ടും എന്നുള്ള ഉറപ്പാണ്. ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ തന്നെ എന്നോട് ചോദിച്ചു നിങ്ങൾ ഈ പ്രോഡക്റ്റ് എടുത്ത് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അവരോട് ഞാൻ പറയാം ആ വാങ്ങിയ അന്ന് മുതൽ എനിക്ക് കിട്ടിയ റിസൾട്ടുകൾ എനിക്ക് വലുതായിരുന്നു. 100% റിസൾട്ട് കിട്ടുമെന്ന് ഉറപ്പാണ്. അതുകൊണ്ട് ജയ്